ഹായ് സുഹൃത്തുക്കളെ, ജവാദാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ സാധാരണ വീഡിയോയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. അതായത് എന്റെ മുന്നിലിരിക്കുന്ന RX ബൈക്ക്, ഇതിനൊരു പ്രണയകഥ ഉണ്ട്. രണ്ടുപേര് ഒന്നിച്ചുള്ള ഒരു ജീവിതകഥ. അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അത് എന്താണ് കഥ, എങ്ങനെയാണ് അവർ ഒന്നിച്ചെന്നുള്ള ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പ്രണയ ജോഡികൾ ഇതാണ്. ഒന്ന് രഞ്ജു, മോളെ പേരെന്താ? റിമാസ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ജീവിത ചരിത്രം ഇന്ന് നമ്മൾ വ്ളോഗാക്കാൻ പോവാണ്. എന്റെ ചാനലിലൂടെ നമ്മൾ ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രണയം? എന്താണ് ഇപ്പോ രഞ്ജു ചെയ്യുന്നത്? എനിക്ക് വർക്ക്ഷോപ്പാണ്. എവിടെയാണ്? ആമിയൊരു സ്കൂളിന്റെ ഓപ്പോസിറ്റ്. എന്തിന്റെ വർക്ക്ഷോപ്പാണ്? 2-വീലർ വർക്ക്ഷോപ്പാണ്. കാര്യമായിട്ട് ഹൈലൈറ്റ് കൊടുത്തന്നെ 2 സ്ട്രോക്ക് യമഹയുടെ എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റ് കൂടുതൽ യമഹയാണ്. എങ്ങനെയാണ് മോഡിഫിക്കേഷൻ? എങ്ങനെയാണ് എന്ത് വർക്ക് ആയാലും മോഡിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിൻ ടു പിൻ റീസ്റ്റോറേഷൻ, റിന്യൂവൽ എടുക്കാനുള്ള സെറ്റപ്പ്, അങ്ങനെ എല്ലാ വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കസ്റ്റമർ ബഡ്ജറ്റ് എങ്ങനെ വെച്ചെങ്കിൽ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങളെ വരുമാന മാർഗം. എന്താണ്, ഇയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ടീച്ചറാണ്. എവിടെയാണ്? ഞാൻ പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ കിഡ്സ് കാസ്റ്റർ പ്രീ സ്കൂളിൽ ടീച്ചറാണ്. ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. എത്ര ഇപ്പോ? ഞാനിപ്പോ ഒരു 6 months ആയിട്ടേ ഉള്ളൂ. ഓക്കെ, ഹാപ്പിയാണ്. അതെ. ഓക്കെ. അപ്പോ നിങ്ങൾ പ്രണയ വിവാഹമായതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോഴത്തെ ജീവിത രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു താല്പര്യം ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പൊ ജീവിതം? ഹാപ്പി അല്ലേ? എന്താണ് അവസ്ഥകളൊക്കെ? ഞങ്ങള് ഹാപ്പിയാണ്. എസ്പെഷ്യലി ഞങ്ങളൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ആള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതാണ് ഞങ്ങള് ലവിന്റെ ഹൈലൈറ്റ്. എങ്ങനെയായിരുന്നു പിന്നെ രഞ്ജുന് പരിചയപ്പെട്ടത്? ഞാൻ ക്ലാസ്സിന് പോണ ടൈമിലാണ്. ഞാൻ 8th പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. അപ്പൊ ആള് വർക്ക്ഷോപ്പില് സ്പെയർ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പട്ടാമ്പിയിൽ വരുന്ന ടൈമില് അങ്ങനെ കണ്ടിട്ടുള്ളൊരു ഇതാണ്. ഇപ്പൊ ഞങ്ങള് സ്റ്റേക്കിൽ തുടങ്ങിയിട്ട് ഒരു 6 വർഷത്തെ പ്രണയമായി. കല്യാണം കഴിഞ്ഞ് 3 വർഷമാവുന്നു. 3 വർഷമാണ്. അപ്പോ എങ്ങനെയായിരുന്നു പിന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു അറ്റംപ്റ്റ്? രഞ്ജു, എങ്ങനെയായിരുന്നു? ആളെ എന്താ നമ്മളോട്ട് കോപ്പറേറ്റീവ് ആയിരുന്നോ? അതായത് RXന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാ അവളിങ്ങനെ തിരിഞ്ഞു നോക്കും. വണ്ടി വരുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാ അന്ന് ആ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാമ്പി ഭാഗത്തൊക്കെ RX കുറവാണ്. ആകെ കുറച്ച് വണ്ടികളേ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വണ്ടികൾ, ഇപ്പൊ പുറത്തുനിന്നൊക്കെ വണ്ടികൾ എടുത്തോണ്ട് ഒരുപാട് വണ്ടികളായിരുന്നു. അപ്പൊ അന്ന് നമ്മള് RX100 നിന്റെ അടുത്ത് മാത്രം അങ്ങനെ കുറച്ച് പേരത്തുള്ളതുകൊണ്ട് എനിക്ക് ആളെ കൂടെ വണ്ടർ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങി വരും. മൊബൈൽ ഫോൺ ഇവള് 8th എത്തിയിട്ടില്ലല്ലോ. അപ്പൊ വിളിക്കുകയും ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവള് വണ്ടർ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ. എന്താണ് എനിക്ക് പറയാനുള്ളത്? അങ്ങനെ ആയിരുന്നോ? അങ്ങനെ തന്നെ ആയിരുന്നു. അന്ന് എനിക്ക് ഫോണില്ല, അതായിരുന്നു മെയിൻ പ്രശ്നം. ഞങ്ങളെ കോണ്ടാക്ട് ഇങ്ങനെയായിരുന്നു. ആള് വന്നത് ഞാൻ അറിയുന്നതും ഈ വണ്ടി പോകുന്നതിലൂടെ ആയിരുന്നു. ആള് ഫസ്റ്റ് റൗണ്ട് പോയി, ഞാൻ സെക്കൻഡ് റൗണ്ട് വരുമ്പോഴത്തേനും ഞാൻ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു കോടി കാര്യമായിരുന്നു. ഓക്കെ. അപ്പൊ പിന്നെ പട്ടാമ്പി ടൗണിലല്ലേ വീട്? അപ്പൊ അങ്ങനെ ആകുമ്പോ ഒരുപാട് RX100 പോകുന്നുണ്ടാവല്ലോ. ഒരുപാട് വണ്ടികൾ പോകുമ്പോ ഇങ്ങനെ ഇവന്റ് വണ്ടർ സൗണ്ട് മാത്രമേ അതെനിക്ക് പ്രത്യേകിച്ച് അറിയാം. വേറെ ഏത് വണ്ടി പോയി കഴിഞ്ഞാലും അതൊന്നും ഞാൻ അറിയില്ല. ആളുടെ വണ്ടി വന്നാ എനിക്കറിയാം. അതൊന്നും കറക്റ്റ് ആയിട്ടുണ്ട്. അതെ. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ വീട്ടുകാരൊക്കെ ആദ്യം ഇതിന് എതിർപ്പായിരുന്നു? എങ്ങനെയാണ് വീട്ടുകാരുടെ ഒരു അവസ്ഥ? ആദ്യത്തെ നിങ്ങളെ ഈ പ്രണയം ഇങ്ങനെ കൊള്ളുന്ന സമയത്ത് എന്തായിരുന്നു വീട്ടുകാരുടെ? ഞാന് ആൾറെഡി വീട്ടിൽ പറഞ്ഞായിരുന്നു. വീട്ടുകാർക്ക് എതിർപ്പ് തന്നെ ആയിരുന്നു. ഭയങ്കര പ്രശ്നമാവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ കുറെ പിന്തിരിപ്പിക്കാനൊക്കെ നോക്കി. പക്ഷെ പിന്തിരിപ്പിലൊന്നും വീടില്ല. എന്റെ വീട്ടിൽ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങള് നൈസായിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഇതിൽ ഒളിച്ചോടി കല്യാണം കഴിച്ച ആൾക്കാരാണ്. എന്നെക്കാളും കട്ടക്കുന്നായിരുന്നു ഇപ്പോഴായിരുന്നു. ഇപ്പോഴായിരുന്നു കൂടുതൽ ധൈര്യം. ഞാൻ കൊറേ പിന്മാറാനൊക്കെ നോക്കി. അതെ. അങ്ങനെ. അപ്പൊ ഇവള് വിട്ടില്ല? ഞാൻ വിട്ടില്ല. ഓക്കെ. ഓക്കെ. ഇപ്പൊ എന്താണ് വീട്ടുകാരുടെ സാഹചര്യം? ഇപ്പൊ കുഴപ്പമില്ല. ആദ്യമൊക്കെ നല്ല പ്രശ്നമായിരുന്നു. വിളിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുപരി കാണുന്നതന്നെ ദേഷ്യം പോലെ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ വിളിക്കും, പറയും, കാര്യങ്ങൾ ചെയ്യും. ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്റെ വീട്ടില് ആൾറെഡി ഓക്കെ ആയിരുന്നു. നേരെ മാരേജ് കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്ക് തന്നെ പോയത്. വീട്ടില് പിന്നെ ഇപ്പൊ ഓക്കെ വന്നു. എന്നെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ആളിനാണ്. അതാണ് മെയിൻ ഹൈലൈറ്റ് വീട്ടുകാർക്ക്. അതെ. പിന്നെ നിന്റെ വീട്ടിലാരൊക്കെ ഉള്ളത്? എന്റെ വീട്ടില് ഉപ്പ, ഉമ്മ, അനിയൻ, അനിയത്തിയാണ്. രഞ്ജുന്റെ വീട്ടില് അമ്മ, അച്ഛൻ, ചേച്ചി മാരേജ് ആണ്. അപ്പൊ രഞ്ജുന്റെ വീട്ടിൽ എല്ലാരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. കുറച്ച് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ മോന്റെ ഇഷ്ടാണല്ലോ. അപ്പൊ അങ്ങനെ സപ്പോർട്ടിങ് ആയി.
പിന്നെ എങ്ങനെ പോകുന്നു ഇപ്പത്തെ ലൈഫൊക്കെ, എൻജോയ്മെന്റുകളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങള് ഹാപ്പിയാണ്. വൈബിനൊത്ത ആളെ കിട്ടിയെന്നൊക്കെ പറയൂലേ, ഒരിക്കലും നമ്മള് പ്രതീക്ഷിക്കില്ല. ചിലപ്പം ഒരു അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതിപ്പോ വൈബിനൊത്ത ഒരാളെ കിട്ടി, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലുള്ള ഒരു ബന്ധമാണ്. എനിക്ക് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ഞങ്ങള് മൊത്തം ട്രിപ്പ് കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ തന്നെ ഞങ്ങള് ട്രിപ്പ് പോകാറുണ്ട്, ജോബ് ഉണ്ട്, എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഇപ്പൊ നല്ല RX100 ബൈക്കൊക്കെ ഉണ്ട്. അപ്പൊ ഈ ബൈക്ക് ഓടിക്കോ എങ്ങനെയാണ്? അത് ഞാൻ ആളെ കൂടെ കൂടിയിട്ടാ പഠിച്ചത്. ബൈക്ക് ഓടിക്കോ? ഓടിക്കും. അപ്പൊ ട്രാവൽ ചെയ്യുമ്പോ ഓടിക്കാറുണ്ടോ? ട്രാവലിംഗ് ഓടിക്കാറുണ്ട്. അതെ. ഓക്കെ. ഇപ്പൊ അടുത്ത് എങ്ങോട്ടാണ് യാത്രക്ക് പോയത്? കിന്നക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ലാസ്റ്റ് പോയത്. ലോങ് അത്ര വലിയ ലോങ് ഒന്നും പോയില്ല, ഒരു 2 days സ്റ്റേ അടിക്കുന്ന തരത്തില് അങ്ങനെയൊക്കെ പോലുള്ളൂ. ഹെവി ട്രിപ്പ് ഒന്നും പോയില്ല. ഞങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഒരു പീസ്ഫുൾ മൈൻഡ് ആയിട്ട് ഇങ്ങനെ പോകും. ഓക്കെ. ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടായിട്ട് തന്നെ പോക്ക്. അതെ. അപ്പൊ രഞ്ജു, പിന്നെ അപ്പൊ നിങ്ങളിപ്പോ ഒരുമിച്ച് ജീവിക്കുന്നു, നല്ല ഹാപ്പി ആയിട്ട് യാത്രകളൊക്കെ ചെയ്യുന്നു, നല്ല എൻജോയ്മെന്റ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ എൻജോയ്മെന്റിലേക്ക് വരാൻ കുറച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാവല്ലോ. നമ്മള് മോള് രഞ്ജുവിന്റെ കൂടെ ഇറങ്ങി പോരാനുള്ള സാഹചര്യം എന്താ? വേറെ കല്യാണങ്ങൾ എന്തെങ്കിലും വന്നിരുന്നോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എങ്ങനെയായിരുന്നു? എന്റെ വീട്ടില് കല്യാണം വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഓക്കെ ആയി. കാരണം ഞങ്ങള് ബന്ധം ഒരുപാട് വട്ടം വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണം വേണം, അവര് ആര് വന്നാലും ഓക്കെ ആണ് എന്നുള്ള പോലെ ആയിരുന്നു. പിന്നെ ശരിയായി. ഞാൻ വൈകുന്നേരം വിളിച്ച ആളോട് പറഞ്ഞ കല്യാണം ശരിയായി, നമുക്ക് പോവാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഷോക്കായി. പിന്നെ ഷോക്കായി. അതെ, ഷോക്കായി പെട്ടെന്ന് പറഞ്ഞപ്പോ. അതെ, അവന് അതിൽ നിന്ന് ഒറ്റയ്ക്ക് വിളിച്ചോളാൻ തീരുമാനത്തിലായിരുന്നു, എന്നെ കൂട്ടാതെ മാറി നിൽക്കാന്നുള്ളത് പോലെ. പക്ഷെ ഞാൻ എല്ലാം പ്രിപ്പയർഡായി. എന്തിനു പറഞ്ഞ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ മൈലാഞ്ചി വരെ ഇട്ടിട്ടായിരുന്നത്. എപ്പോഴാ കല്യാണം എവിടെ വെച്ചിട്ടാന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു, ഡ്രസ്സുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം കൂടെ ആയി. ഞാൻ ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ച് രാത്രി 2-3 മണിയോടെയാണ് ഞങ്ങള് അവിടുന്ന് വിളിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പൊ എങ്ങനെ പോവാൻ പ്ലാൻ ചെയ്തപ്പോ ആരാണ് കൂടെ സപ്പോർട്ടിങ്? പിന്നെ എന്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. പിന്നെ എന്താ വേണ്ടി തന്നെ പഠിച്ചു വരുന്ന കൂട്ടുകാരല്ലേ. അപ്പൊ ഫ്രണ്ട്സിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. എങ്ങോട്ടായിരുന്നു ആ രാത്രിയുള്ള പോക്ക്? ആ യാത്ര എങ്ങോട്ടായിരുന്നു? ഞങ്ങള് പാലക്കാടൊക്കെ പോയത്. പാലക്കാട് ആളുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത്. അതായത് നമ്മളെ നാട്ടിലെ വീട്ടിലൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആക്കിയതിനു ശേഷം ശാന്തമായപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നത് 3 ദിവസം കഴിഞ്ഞ്? അങ്ങനെയല്ല, അത് പോലീസുകാർ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. നേരെ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായിരുന്നു. എല്ലാവരും വേഗം എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചടപടെ നോക്കുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. 2 വീട്ടുകാരും വന്നു. പിന്നെ കോടതി പോയി. സ്റ്റേഷനിൽ വന്നപ്പോ എന്തായിരുന്നു അവിടുത്തെ ഒരു അവസ്ഥ? അവിടെ ഞങ്ങൾ 2 മാറി ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം എന്റെ പാരന്റ്സ് വന്നു. അവിടെ അവര് ഇവന്റെ അടുത്ത് കുറെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നെ അപ്പൊ പുറത്ത് നിർത്തിയേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും കോടതി പോയി. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്നുള്ള തീരുമാനത്തിലായി. എന്നെ പറ്റിയിട്ട് നല്ല അന്വേഷിച്ചു, എല്ലായിടത്തും അന്വേഷിച്ചു. അപ്പൊ ആരും മോശം അഭിപ്രായം ഒന്നും പറയാത്തോണ്ട് അവർക്ക് ആർക്കും വലിയ പ്രശ്നമില്ല. എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. മതത്തിന്റെ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ബാക്കി പഴയ ഒരാൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്കാണ് അങ്ങനത്തെ മതപരമായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണുന്നത്. അങ്ങനെ വീട്ടുകാർക്കും ആർക്കും എതിർപ്പില്ലേലും ആൾക്കാരിങ്ങനെ ഓരോന്ന്, നാട്ടുകാരും കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വീട്ടുകാരെയൊക്കെ അങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിച്ചായിരുന്നു. ഇവളെ വീട്ടിലായാലും അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ 2 വീട്ടുകാരും സപ്പോർട്ടിങ് ആയി, നല്ല ഹാപ്പി ആയി. ഇപ്പൊ ഞങ്ങള് കാര്യം തന്നെ അവര് അഭിമാനത്തിലാണ്. എല്ലാരും എവിടെ ചെന്നാലും അറിയും. ഇപ്പൊ ഞങ്ങള് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ റീൽസിലും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എവിടെ പോയാലും എല്ലാരും അറിയും. ഞങ്ങൾ ടൂർ പോയ ടൈമിലൊക്കെ ഓരോരുത്തർ വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങളടുത്ത് റീൽസിലൊക്കെ ഉള്ളതല്ലേ കാര്യങ്ങൾ ചോദിക്കും. അപ്പൊ എല്ലാവർക്കും അത് ഭയങ്കര ഹാപ്പിയാണ്. അത് ഇതിന്റെ വേറെ വിഷയം, ഒന്നാമത് 2 പേരും വ്യത്യസ്ത മതസ്ഥരാണ്. ഒരാള് ഹിന്ദു, ഒരാള് മുസ്ലിം. സാധാരണ നമ്മള് ന്യൂസുകളിലൊക്കെ കാണാറുണ്ട്, ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകും, കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് മരണപ്പെട്ടതായിട്ടൊക്കെ കാണും, പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിയോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ നിങ്ങള് ലൈഫ് ഒരേ മനസ്സുള്ള ആളുകളായതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതാവും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം എന്ന് പറയുന്നത് അതൊക്കെ ആവും. പേടി അവരെടുത്തിട്ട് പറഞ്ഞു പേടിപ്പിച്ചിട്ട് അങ്ങനെ അവർക്ക് പേടിയുണ്ടായിരുന്നു. അല്ലാണ്ട് ഞങ്ങളെ കാര്യത്തിൽ ഞങ്ങള് എല്ലാം കൊണ്ട് ഓക്കെയാണ്.
ഹായ് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മളെ പ്രണയ ജോഡികളുടെ ജീവിത വിശേഷങ്ങളുള്ള ഈ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സ്നേഹിക്കുകയാണെങ്കിൽ ഇവരെ പോലെ പ്രണയിക്കുക, ആത്മാർത്ഥമായി പ്രണയിക്കുക, അല്ലെ? അങ്ങനെ തന്നെ അല്ലേ രഞ്ജോ? എന്നാൽ നമുക്ക് കട്ടക്ക് ഇതുപോലെ ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആളെ തെരഞ്ഞെടുത്ത് വേണം പ്രണയിക്കാൻ, ഒരുമിച്ച് ജീവിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.